ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജക്ഷനായ വെൻ എവർ, വേർ എവർ, വാട്ട് എവർ ഇതാണ്. അപ്പോൾ നമ്മളൊരുപാട് കൺജക്ഷൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അപ്പോൾ വെൻ എവർ, വാട്ട് എവർ, വേർ എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ മലയാള സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് മീനിങ് എന്നൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ വെൻ എവർ എന്താണെന്ന് നോക്കാം. എന്താണ് വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോൾ എന്നാണ്. എന്നാൽ വെൻ എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെല്ലാം. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? എപ്പോഴെല്ലാം ഞാൻ വിളിക്കുന്നു അപ്പോഴെല്ലാം അവൾ ഫോൺ എടുക്കാറുണ്ട്. എപ്പോഴെല്ലാം ഞാൻ വിളിക്കുന്നു അപ്പോഴെല്ലാം അവൾ ഫോൺ എടുക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. വെൻ എവർ ഐ കോൾ ഷീ ഓൾവൈസ് പിക്സ് അപ്പ് ദ ഫോൺ. വെൻ എവർ ഐ കോൾ, എപ്പോഴെല്ലാം ഞാൻ വിളിക്കുന്നു, ഷീ ഓൾവേസ് പിക്സ് അപ്പ് ദ ഫോൺ. പിക്സ് എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഷീ ഓൾവൈസ് പിക്സ് അപ്പ് ദ ഫോൺ, അപ്പോഴെല്ലാം അവൾ ഫോൺ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെൻ എവർ എന്ന് യൂസ് ചെയ്തു. നെക്സ്റ്റ്, എപ്പോഴെല്ലാം ചൂട് കൂടുന്നു അപ്പോഴെല്ലാം എ സി ഓണാക്കാറുണ്ട്. എപ്പോഴെല്ലാം ചൂട് കൂടുന്നു അപ്പോഴെല്ലാം എ സി ഓണാക്കാറുണ്ട്. എങ്ങനെ പറയും? വെൻ എവർ ഇറ്റ് ഗെറ്റ്സ് ഹോട്ട്, എപ്പോഴെല്ലാം ചൂട് കൂടുന്നുവോ, ദ എ സി ഈസ് ടേൺ ഓൺ. ദ എ സി ഈസ് ടേൺ ഓൺ, അപ്പോഴെല്ലാം എ സി ഓണാക്കാറുണ്ട്. അപ്പോൾ വെൻ എവർ എവിടെ യൂസ് ചെയ്യണമെന്ന് ക്ലിയർ ആയാലോ? രണ്ട് സെൻറ്റൻസൊക്കെ മതിയല്ലേ. ഒരുപാട് നമ്മൾ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ നമ്മൾ ഒരുപാട് സെൻറ്റൻസ് പറയാറുണ്ട്. അപ്പം എവിടെയൊക്കെയോ നമ്മൾ എപ്പോഴെല്ലാം, നമ്മുടെ ഫസ്റ്റിന് എപ്പോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്നാണ്. എപ്പോഴെല്ലാം എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻ എവർ എന്നാണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയുമ്പം നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എവിടെയെല്ലാം എന്നാണ്. എങ്ങനെയായിരിക്കും എവിടെയെല്ലാം എന്ന് പറയുക? എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വേർ എന്നാണ്. വേർ, എവിടെ. അപ്പോൾ വേറെവർ അല്ലേ. വേറെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെല്ലാം. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവിടെയെല്ലാം ഞാൻ നേരത്തെ എത്തും അല്ലേ. എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവിടെയെല്ലാം ഞാൻ നേരത്തെ എത്തും എന്നിങ്ങനെ പറയും. വേറെവർ ദർ ഇസ് ആൻ ഇവൻറ്റ് ഐ വിൽ റീച്ച് ഏർലി. വേറെവർ ദർ ഇസ് ആൻ ഇവൻറ്റ്, എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഐ വിൽ റീച്ച് ഏർലി, ഞാൻ നേരത്തെ എത്തും. എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവിടെയെല്ലാം ഞാൻ നേരത്തെ എത്തും. അവിടെ നമ്മൾ യൂസ് ചെയ്തത് വേറെവർ എന്നാണല്ലേ. ഇനി നോക്കൂ, അവൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയൊക്കെ മാനേജറും ഉണ്ടാകും. അവൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ മാനേജറും ഉണ്ടാകും അല്ലേ. ഇങ്ങനെ ഒരു ടോക്ക് പറയാറുണ്ടല്ലോ. അതായത് അവൻ എവിടെ പോയാലും അവിടെ ആരുണ്ടാകും? മാനേജർ ഉണ്ടാകും. അപ്പോൾ എങ്ങനെ പറയും? ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അവൻ എവിടെയൊക്കെയോ പോകുന്നുണ്ടോ അവിടെയൊക്കെ മാനേജറും ഉണ്ടാകും എന്നെങ്ങനെ പറയും? wherever he goes the manager will be there. അവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അവൻ്റെ മാനേജർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം wherever, എവിടെയൊക്കെയോ, അല്ലെങ്കിൽ എവിടെയെല്ലാം എന്നൊക്കെ പറയാൻ wherever എന്ന് യൂസ് ചെയ്യും. wherever he goes the manager will be there. ക്ലിയർ? അപ്പോൾ വെന്നെവറും വേറെവറും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് എവർ. എന്താണ് വാട്ട് എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നാണല്ലേ. വാട്ട് എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തു തന്നെയായാലും അല്ലെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെ പറയും? ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പം നമ്മൾ പറയുകയാണ് എന്തു തന്നെയായാലും നീ ഇവിടെ വരണം, അല്ലെങ്കിൽ എന്തായാലും നീ ഇവിടെ വരണം, ഇങ്ങനെ പറയാറുണ്ടല്ലോ. വാട്ട് എവർ യു മസ്റ്റ് ഹാവ് കം ഹിയർ. വാട്ട് എവർ യു മസ്റ്റ് ഹാവ് കം ഹിയർ, എന്ത് തന്നെയായാലും അല്ലെങ്കിൽ എന്തായാലും നീ ഇവിടെ വരണം. അതുപോലെ അവൻ എന്തു തന്നെ പറഞ്ഞാലും നീ അതനുസരിക്കണം. അവൻ
എന്തു തന്നെ പറഞ്ഞാലും നീ അതനുസരിക്കണം എന്നെങ്ങനെ പറയും? വാട്ട് എവർ ഹീ സേസ് യു മസ്റ്റ് ഒബേ. വാട്ട് എവർ ഹീ സേസ് യു മസ്റ്റ് ഒബേ. അവൻ എന്തു തന്നെ പറഞ്ഞാലും നീ അത് അനുസരിക്കണം. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നീ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല. നീ എന്ത് തന്നെ ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല. എങ്ങനെ പറയും? വാട്ട് എവർ യു ഡു ഐ ഡോണ്ട് കെയർ. വാട്ട് എവർ യു ഡു, നീ എന്ത് ചെയ്താലും ഐ ഡോണ്ട് കെയർ, എനിക്കൊരു പ്രശ്നവുമില്ല. നീ എന്ത് ചെയ്താലും ഞാൻ കാര്യമാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പോൾ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യമാക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഡോണ്ട് കെയർ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം വാട്ട് എവറും വെന്നെവറും വേറെവറും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ക്ലിയർ ആയല്ലോ. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.